ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 7ാം ക്ലാസ്സിലെ കാൽവിരലിൽ വിരിയും കവിത എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ്. ക്രിസ്റ്റി ബ്രൗണിൻ്റെ മൈ ലെഫ്റ്റ് ഫുട്ട് എന്ന ആത്മകഥയിലെ മടവൂർ ശശിയുടെ പരിഭാഷയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ പാഠഭാഗത്തിൻ്റെ ആശയം മനസ്സിലാക്കാം. ക്രിസ്റ്റിക്ക് സെറിബ്രൽ പാൾസി എന്ന അസുഖമാണ്. അതിനാൽ തന്നെ ശാരീരിക ചലനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ആശുപത്രിയിൽ കഴിയണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം കണക്കാക്കാതെ അച്ഛനമ്മമാർ അവനെ വീട്ടിൽ തന്നെ പരിചരിക്കുകയാണ്. അവൻ ഇടതുകാലിൽ ബ്രഷ് പിടിച്ച് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നു. അവൻ ശരീരഭാഗങ്ങളെപ്പറ്റി ചിന്തിച്ചില്ല. ഇടതുകാലിൽ പിടിച്ച ബ്രഷിനെ പറ്റി മാത്രമേ അവൻ ചിന്തിച്ചുള്ളൂ. ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങളാണ് അവൻ വരയ്ക്കുന്നത്. ആ ചിത്രങ്ങൾ അവനെ തൃപ്തിപ്പെടുത്തിയില്ല. പക്ഷേ ഡെല എന്ന കൂട്ടുകാരി അവൻ്റെ ചിത്രങ്ങളെ പ്രശംസിച്ചു. അതവന് ഒരുപാട് ആത്മവിശ്വാസമാണ് നൽകിയത്. അവൻ്റെ ബുദ്ധിമുട്ടുകൾക്കും കഷ്ടതകൾക്കും ഇടയിലും അവൻ്റെ ചിത്രങ്ങളെ പ്രശംസിക്കുന്ന ഡെല എന്ന കൂട്ടുകാരി അവന് വലിയൊരു ആശ്വാസവും ഒരു വലിയ പ്രചോദനവും ഒക്കെ ആയിരുന്നു. അങ്ങനെ സ്വന്തം പരിമിതികളെ കഴിവുകൊണ്ട് മറന്നുകൊണ്ട് ചിത്രരചനയുടെ ഒരു ലോകത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ക്രിസ്റ്റി. അവൻ്റെ വേദനകളും വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ അവൻ്റെ കാൽവിരലിലെ ബ്രഷിൽ അവൻ വരയ്ക്കുന്ന സുന്ദരമായ ചിത്രങ്ങളിൽ, ഡെലയുടെ പ്രശംസയിൽ, അച്ഛനമ്മമാരുടെ സ്നേഹത്തിൽ മറന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സൺഡേ ഇൻഡിപെൻഡൻ്റ് എന്ന പത്രത്തിലെ പേജ് അവൻ കാണുന്നു. അതിലൊരു മത്സരത്തെ പറ്റിയുള്ള വിവരമുണ്ടായിരുന്നു. 12നും 16നും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചിത്രരചനാ മത്സരം. സിൻഡ്രല്ല രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് വരയ്ക്കേണ്ടത്. അമ്മ അവനോട് നീ ചെയ്തു നോക്ക് എന്ന് പറയുന്നു. ഡെല വീട്ടിൽ വരുമ്പോൾ ഡെലയോട് അമ്മ മത്സരത്തെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ വാക്കുകളിൽ സഹതാപമാണോ എന്ന് അവൻ സംശയിക്കുന്നു. അങ്ങനെ പിന്നീട് അവൻ മത്സരത്തിന് ചിത്രം അയക്കുന്നു. വെള്ളിയാഴ്ച സൺഡേ ഇൻഡിപെൻഡൻസ് പത്രത്തിലെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും അവൻ്റെ അടുത്തെത്തി. അവൻ്റെ ചിത്രം വരയ്ക്കാനുള്ള കഴിവിനെ പറ്റിയും അവൻ്റെ പ്രശ്നങ്ങളെ പറ്റിയുമൊക്കെ കേട്ടറിഞ്ഞ് വന്നതാണവർ. അവൻ പെയിൻ്റ് അടിക്കുന്ന ഫോട്ടോയും എടുത്ത് അവർ തിരിച്ചുപോയി. ഞായറാഴ്ച അച്ഛൻ പത്രത്തിൽ വന്ന ചിത്രം അവന് കാണിച്ചു കൊടുക്കുന്നു. ക്രിസ്റ്റിക്ക് സമ്മാനമുണ്ട്. ഒരുപാട് സന്തോഷത്തോടെ അച്ഛൻ അവന് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൻ്റെ ഫോട്ടോ കണ്ട് അവൻ ആ ഫോട്ടോയിൽ നോക്കുകയാണ്. താഴെ പിടഞ്ഞു കിടക്കുന്ന കാലുകൾ, ചലനശേഷിയില്ലാത്ത കൈകൾ ഒട്ടി നിൽക്കുന്നു. അപ്പോൾ അവൻ അവൻ്റെ രൂപം, അവൻ്റെ ചിത്രം കാണുകയാണ്. അത് നോക്കി നിൽക്കുകയാണ്. അച്ഛൻ ഒരുപാട് സന്തോഷത്തോടെ അവനെയും എടുത്ത് താഴെ എത്തി. വീട്ടുകാർ കൈയടിച്ചു. അമ്മ അവനെ ഉമ്മ വെച്ചു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇവന് ഒരു സമ്മാനം കിട്ടിയത് കണ്ടിട്ട്, ഒരു മത്സരത്തിന് പങ്കെടുത്ത് ഇവൻ്റെ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവനൊരു വിജയിയായി നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടായി. അപ്പോൾ ഡെല, അവൻ്റെ കൂട്ടുകാരി, എപ്പോഴും ഇവനെ ക്രിസ്റ്റിയെ പ്രചോദിപ്പിക്കുന്ന, അവൻ്റെ ചിത്രങ്ങളെപ്പറ്റി നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്ന ഡെല അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഒരു കാര്യം മാത്രം ഓർത്ത് ഒരുപാട് ദുഃഖം ക്രിസ്റ്റിക്കുണ്ടായി. അവന് ഓടിച്ചെന്ന് അവളോടൊരു നന്ദി പറയാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്തിട്ട്. അപ്പോൾ അവൻ്റെ അസുഖം കാരണം അവന് അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി ഒരു നന്ദി പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ദുഃഖം അവനുണ്ടാവുകയാണ്. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും തൻ്റെ ചിത്രങ്ങളെ അഭിനന്ദിക്കുകയും തനിക്ക് പ്രചോദനം നൽകുകയും ചെയ്ത ഡെല അപ്പോൾ ആ കൂട്ടുകാരിയുടെ അടുത്തേക്ക് ഓടിപ്പോയി ഒരു നന്ദി പറയാൻ തനിക്ക് കഴിയുന്നില്ല എന്നുള്ള വിഷമം അവൻ്റെ മനസ്സിൽ നിറയുകയാണ്. സ്നേഹത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ശക്തിയിലൂടെ സമ്മർദ്ദങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അസുഖങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണയാണ് ഈ പാഠഭാഗം നമുക്ക് നൽകുന്നത്. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്നു വന്ന, ഇല്ലായ്മകളെ കഴിവുകൊണ്ട് നേരിട്ട ക്രിസ്റ്റി നമുക്കൊരു മാതൃകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു.